ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കളറിംഗ് ആണ്. അപ്പോൾ കളറിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മോഡലിനെ ഒന്ന് പരിചയപ്പെടുത്താം. മോഡലിൻ്റെ പേര് പ്രഭ എന്നാണ്. പ്രഭ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പം പെട്ടെന്ന് തന്നെ വന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു പ്രഭ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. റെഡ് കളറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റെഡ് കളർ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോക്സ് സെക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇത്രയും ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ക്രൗണിൻ്റെ നടുക്കുമാണ് ചെയ്യാൻ പോകുന്നത്. ഈ മുടി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് ലേയേഴ്സും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ നമുക്ക് ലെയർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലോട്ട് കളർ ചെയ്ത് കഴിഞ്ഞാലും നമുക്കതൊരു വിസിബിലിറ്റി കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും പോർഷനും ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള പോർഷനാണ് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രോഡക്റ്റ് മിക്സ് ചെയ്യാൻ പോവാണ്. മിക്സിങ്ങിന് വേണ്ടിയിട്ട് കറക്റ്റ് റേഷ്യോയിലായിരിക്കണം മിക്സ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് 1:1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 grams ആണ് നമ്മുടെ കളർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 30 ml ആണ് ഡെവലപ്പർ എടുക്കേണ്ടത്. ഇപ്പം നേരെ മറിച്ച് നമുക്ക് 1:1.5 മിക്സിംഗ് റേഷ്യോ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് നമ്മുടെ കളറിംഗ് പ്രോഡക്റ്റ് 30 grams ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 45 grams ആണ് ഡെവലപ്പർ എടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ മിക്സിംഗ് റേഷ്യോ നമുക്ക് 1:1 ആണ്. അതായത് ഈക്വൽ ക്വാണ്ടിറ്റി ആണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഒരു 50 grams ആണ് എടുക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഡെവലപ്പറിന് 50 ml ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിങ് സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ബൗൾ വെച്ചതിന് ശേഷം നമ്മൾ സീറോയിൽ സെറ്റ് ചെയ്യണം. സീറോയിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് പ്രോഡക്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. ഒരു ട്യൂബ് സ്ക്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും പ്രോഡക്റ്റ് നമുക്ക് ഈ ട്യൂബിനകത്ത് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 50 grams കളറും 50 ml ഡെവലപ്പർ മിക്സ് ചെയ്തിട്ടുണ്ട്. റെഡ് കളറാണ് ചെയ്യാൻ പോകുന്നത്. റെഡ് കളറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വോളിയമാണ്. അപ്പോൾ നിങ്ങൾ ഗ്ലോബലാണ് ചെയ്യുന്നത്, റെഡ് വെച്ച് ഗ്ലോബലൊക്കെ ചെയ്യുകയാണെങ്കിൽ 20 വോളിയത്തിലും ചെയ്യാൻ പറ്റും. പക്ഷേ റൂട്ടിലൊന്നും ചെയ്യരുത്. പിന്നെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ആയതുകൊണ്ട് തന്നെ അതൊരു വാം കളറാണ്, റൂട്ട് ലിഫ്റ്റ് കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടിൽ ചെയ്യരുത് എന്ന് പറയുന്നത്. മിഡ് ലെങ്ത് ടു എൻഡ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളിത് ഗ്ലോബൽ അല്ല ചെയ്യുന്നത്, ഹൈലൈറ്റ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി സെക്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം സെക്ഷൻ എടുത്ത് വെക്കണം, എന്നിട്ടാണ് കളർ മിക്സ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തത് തിരിഞ്ഞു പോയി. ഓക്കെ, കാരണം ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 40-50 minutes കിട്ടുകയുള്ളൂ. നിങ്ങൾ റിയലി ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ കളർ മിക്സ് ചെയ്ത് വെച്ചിട്ടും ഒരു 2 minute കൊണ്ട് സെക്ഷൻ എടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഒരു കറക്റ്റ് ബോക്സ് സെക്ഷനാണ് എടുക്കുന്നത്. അതായത് ക്രൗൺ, നമ്മുടെ ഈ ഒരു ഹാലോ എന്ന് പറഞ്ഞിട്ട് ഈ ഹെയർ ലൈൻ മുതൽ നമ്മുടെ ഒരു മിഡ് ക്രൗൺ വരെയാണ് ഇതെടുക്കുന്നത്. നമ്മുടെ ഹെയർ ഒരുപാട് ഓയിലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറിജിനൽ ക്ലെൻസിങ് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഒന്ന് 2 പ്രാവശ്യമൊക്കെ വാഷ് ചെയ്യാം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോട്ടിങ് ഉണ്ടെങ്കിലോ, ഹെന്ന കോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ചെറിയ കോട്ടിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലെൻസിങ് ഷാമ്പൂ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ pH കൂടിയൊരു ക്ലെൻസിങ് ഷാമ്പൂ ആണെങ്കിൽ കോട്ടിങ് ഒക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പാച്ചി ആയിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. ഇപ്പം ഈ മുടി ഒരു ബോട്ടോക്സ് ചെയ്ത മുടിയാണ്. അപ്പം ബോട്ടോക്സ് ചെയ്ത മുടിയിലും കളർ ഡെപ്പോസിഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. നമ്മൾ ഈ ഒരു ഭാഗത്ത് കളർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ്, മുടി അഴിച്ചിട്ടിട്ടാണ് ക്ലയൻറ്റ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടും നമുക്ക് ആ ഒരു കാണാൻ പറ്റില്ല, കളർ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രൗൺ പോർഷനിൽ മാത്രമാണ് നമ്മളൊരു
2 സെക്ഷൻ ചെയ്യുന്നത്. പിന്നെ ഇത്രയും പോർഷനുമാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് റൂട്ടിലോട്ട് ചേർന്നല്ല കളർ ഇടുന്നത്, കുറച്ചൊരു ഇത്രയും ഒരു പോർഷനിൽ നിന്ന് താഴോട്ടാണ് ഇടുന്നത്. നമ്മുടെ ശരിക്കും കളർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഹൈലൈറ്റ്സ് ചെയ്യുന്നത് ഈ ഒരു മിഡ് ലെങ്ത് മുതലാണ്, അതായത് 1 ഇഞ്ച് വിട്ടിട്ടൊക്കെയാണ് കളർ ചെയ്യുന്നത്. പക്ഷേ ക്ലയൻറ്റ് ചില സമയത്ത് ചില ക്ലയൻറ്റ്സ് പറയും എൻഡിലോട്ട് മാത്രം മതി, അല്ലെങ്കിൽ മുടിയുടെ പകുതി മുതൽ താഴോട്ട് മതി എന്ന് പറയും. അങ്ങനെ അവരുടെ ഇഷ്ടവും നോക്കിയിട്ടാണ് കളർ ചെയ്യുന്നത്. ഇത്രയും പോർഷനാണ് ഇവിടെ എടുക്കുന്നത്. കുറച്ച് കട്ടിയിലാണ് മുടി എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് വീവ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മുടി വരുന്നതെന്ന് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മുടി വിട്ടിട്ടാണ് ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. ഇനി ഫോയിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഫോയിൽ പ്ലേസ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ തിളങ്ങുന്ന ഭാഗം നമ്മളെ ഫേസ് ചെയ്ത് വെച്ചിട്ട് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ ഒരുപാട് റൂട്ടിലോട്ടല്ല കയറ്റിയല്ല ചെയ്യുന്നത്, കുറച്ച് താഴോട്ടാണ് ചെയ്യുന്നതും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല, ചെറുതായിട്ടൊന്ന് ചെരിച്ചാണ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. വേറൊരു ഫോയിൽ എടുത്തിട്ട് ഇതിനെ കവർ ചെയ്യുക. സാധാരണ നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മടക്കി വെക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു മടക്കിൽ ഒരു പാച്ചി ആയിട്ട് കളർ കാണാൻ പറ്റും. അതുകൊണ്ടാണ് വേറൊരു ഫോയിൽ എടുത്തിട്ട് ഇതിനെ കവർ ചെയ്യുന്നത്. ആദ്യം ഒരു സ്ലൈസ് എടുത്തിട്ടായിരുന്നു അതിനകത്തുനിന്ന് വീവ് ചെയ്തത്. ആ സ്ലൈസിൽ തന്നെ ബാക്കിയുള്ള മുടി എടുക്കുകയാണ്. ബാക്കിയുള്ള മുടി എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തത് ഇങ്ങോട്ടായിരുന്നു, ഈ ഒരു ലൈനിലായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഈ മുടിയിൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ലൈനിനാണ് കളർ ചെയ്യാൻ പോകുന്നത്. കളർ താഴെയാണ് എപ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. താഴോട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മളൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ട മേളിലോട്ട്. അല്ലാതെ നമ്മൾ നേരെ മേളിൽ തന്നെ ഒരു വര പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് കളറിൻ്റെ ഒരു ഡിമാർക്കേഷൻ കാണാൻ പറ്റും നമുക്ക്. അതായത് ഒരു കളർ ഇല്ലാത്ത മുടിയിൽ കറക്റ്റ് വര പോലെ കാണാൻ പറ്റും. അപ്പം അതിനൊരു നാച്ചുറൽ ലുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മേളിലോട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കളർ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം പിശുക്കി ഡെപ്പോസിറ്റ് ചെയ്യരുത്. നന്നായിട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് പിടിക്കുന്നത് ശ്രദ്ധിക്കണം. ഫ്ലാറ്റ് ആയിട്ട് ബ്രഷ് പിടിച്ച് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. നമ്മളിങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുടിയിലും കളറ് പിടിക്കുകയുള്ളൂ.
നമ്മുടെ കളർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. കളർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഫേസിലോട്ട് കളർ വീഴണ്ട, ആ മുടി അഴിച്ചിടുമ്പോൾ ഫേസിൽ വരണ്ട എന്ന് ക്ലയൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് 1 ഇഞ്ച് നമ്മൾ ഇവിടെ വിട്ടിട്ടുണ്ട് ഫ്രണ്ടിൽ. ബാക്കിയെല്ലാം ഫോയിൽസ് വെച്ച് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊരു 35 to 40 മിനിറ്റ്സ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നോക്കാം, വിഷ്വൽ ചെക്ക് ചെയ്ത് നോക്കണം കളർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോയിൽ റിമൂവ് ചെയ്ത് വാഷ് ചെയ്യണം. നമ്മുടെ കളറ് പ്രോസസ്സിങ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 35 മിനിറ്റ്സ് ആണ്. നമ്മളൊരു 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് കളർ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം ഇതിനൊരു പ്രോസസ്സിങ് ടൈം ഉണ്ട് കളറിന്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് വളരെ സ്ലോ ആയിരിക്കും. അപ്പം ഒരുപാട് ടൈം വെച്ചിട്ടും കാര്യമില്ല. അപ്പം വളരെ സട്ടിലായിട്ടുള്ള ഒരു റെഡ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. കളറിങ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ആയിരിക്കും എപ്പോഴും ലുക്ക് വരാൻ പോകുന്നത്. കാരണം എപ്പോഴും സെറ്റ് ചെയ്ത് ഇടുന്നില്ല. അപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം കുറച്ച് കളർ ഇങ്ങനെ വളരെ, അതായത് ഹെയറിൻ്റെ പകുതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. താഴോട്ട് കുറച്ചും കൂടെ അധികമായിട്ട് കളർ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടോങ്സ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്തതൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു നാച്ചുറൽ ലുക്ക് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രണ്ടിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കളർ നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡിലെ മുടി മാത്രം ഫ്രണ്ടിലോട്ട് ഇട്ടാൽ ഇത് കണ്ടോ കളർ കിടക്കും. ആ ഒരു കളറിൻ്റെ ഭംഗി കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടോ പ്രഭ? ഓക്കെ, താങ്ക് യു.